തിരുവനന്തപുരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 60-കാരന് ഗുരുതര പരുക്ക്. തിരുമല സ്വദേശി ചന്ദ്രന്റെ കൺപോള കടിച്ചെടുത്തു. ചുണ്ടിലും മൂക്കിലും കടിയേറ്റിട്ടുണ്ട്. ചന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സനിറ്റ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സനിറ്റ, തുടർച്ചയായി തെരുവുനായ ആക്രമണം ഇങ്ങനെ എല്ലാ ദിവസവും വാർത്തയാണ്. ഇന്നിപ്പോൾ ഗുരുതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ 60 വയസ്സ് പ്രായമുള്ള ചന്ദ്രനെ തെരുവുനായ കൂട്ടമായി ചേർന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഇടത് കണ്ണിന്റെ കൺപോളകൾ ഇത്തരത്തിൽ തെരുവുനായികൾ കടിച്ചു പറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഈ കണ്ണിന് മാത്രമല്ല ചുണ്ടിനും ഈ താടി മുട്ടിനും ഗുരുതരമായ പരിക്കുകളുണ്ട്. തുടർന്ന് ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്കും ഇദ്ദേഹത്തിനെ വിധേയരാക്കിയിട്ടുണ്ട്. കാഴ്ചശക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ. ഡോക്ടർമാർ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യം ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ പ്രശ്നങ്ങൾ തന്നെയാണ് തലസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെയാണ് ഇത്തരത്തിൽ VLCCയിൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ ഇത്തരത്തിൽ തെരുവുനായ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിച്ച സമയത്ത് ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ ഇത്തരത്തിൽ കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ മേയറിനെ കാര്യവിവരങ്ങൾ അറിയിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പുതിയ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല എന്നുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൗൺസിലർമാർ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള തെരുവുനായ ശല്യം രൂക്ഷമായി തന്നെ ഇത്തരത്തിൽ നമ്മുടെ നഗരത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണവും കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് കൗൺസിലർമാർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. സമാനമായ വിഷയങ്ങളാണ് തലസ്ഥാനത്ത് പലയിടങ്ങളിലും നടക്കുന്നത്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള തെരുവുനായ ആക്രമണം ഉണ്ടായിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ മേയറിന്റെ ഭാഗത്തുനിന്നോ യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ സമാനമായ വിഷയങ്ങൾ നടന്നപ്പോൾ തന്നെ ജനങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു, വലിയ രൂക്ഷമായ. കാരണം ഇപ്പോൾ ഇന്ന് ഈ പരിക്കേറ്റ വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാനാണ് സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്, വീട്ടു മുറ്റത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അക്രമം നടക്കുന്നത്. എന്തായാലും വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ജനങ്ങൾ അല്ലെങ്കിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു തരത്തിലും കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും യാതൊരു പ്രതികരണവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ മേയറും പുതിയ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഇത്തരത്തിൽ ഈ തെരുവുനായികളെ പിടികൂടുവാനോ അവരെ അത് തടഞ്ഞു നിർത്തുവാനോ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികളോ അല്ലെങ്കിൽ നടപടികളോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഹർഷൻ, സനിറ്റയാണ് വിവരങ്ങൾ നൽകിയത്.